നമസ്കാരം, എൻ്റെ പേര് ആൻസി. കൊമേഴ്സ് മെയ്ഡ് വിത്ത് ആൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും ഇതിനെ പറയാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അതിൻ്റെ ബാധ്യതയും അതിൻ്റെ മൂലധനവും കൂട്ടിയുള്ള എമൗണ്ട് ആയിരിക്കും അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്, അല്ലെ? അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി എക്സാമിന് നമുക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, 2 മാർക്കിനോ 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ വരെ ചോദിക്കാം എന്നുള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് അല്ലെങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ട് ഇതിൻ്റെ നമ്മൾ അസറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് ചോദിക്കാം. ഇനി അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അസറ്റും ക്യാപിറ്റലും തന്നിട്ട് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം, ലൈബിലിറ്റിയും അസറ്റും തന്നിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെ മാറിയും തിരിച്ചും വന്നാലും നമുക്കിത് എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ജസ്റ്റ് ഒരു കാണാപ്പാഠം പഠിക്കാതെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഒരു സിമ്പിൾ മാത്സിൽ ആലോചിച്ചാൽ 5 ഈസ് ഇക്വൽ ടു 2 + 3. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ മിസ്സായാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? അത്രയേ ഉള്ളൂ ഈ ഇക്വേഷനും. ആ രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ മതി. ഇപ്പോൾ 5 ഈസ് ഇക്വൽ ടു 2 + 3 എന്നുള്ളത് നമുക്ക് 5 ആൻസർ കിട്ടണം. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ 2 + 3 കൂട്ടുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ 5ഉം 3യും തന്ന മിസ്സിംഗ് നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 2 5 - 3 ചെയ്ത് നമ്മൾ 2 കണ്ടുപിടിക്കും, അല്ലേ? അതേപോലെ തന്നെ അസറ്റും ക്യാപിറ്റലും തന്നിട്ട് അതിൽ നിന്ന് ലൈബിലിറ്റി എത്രയാണ്, ഒരു ബിസിനസ്സിൻ്റെ ലൈബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അസറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലൈബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ലൈബിലിറ്റി കിട്ടും, അല്ലേ? അപ്പോൾ ലൈബിലിറ്റി ഈസ് ഇക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അതെങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞത്. അതായത് ലൈബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടി കിട്ടുന്ന സമ്മാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈബിലിറ്റി കണ്ടുപിടിച്ചു, ഇനി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അസറ്റ് തന്നിട്ടുണ്ട്, ലൈബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അസറ്റിൽ നിന്ന് നമ്മൾ ലൈബിലിറ്റി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും, അല്ലേ? അസറ്റ് മൈനസ് ലൈബിലിറ്റി ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. കൂടാതെ അതിനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. നമ്മൾ ഒറ്റ ഇത് ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊമേഴ്സ് മെയ്ഡ് വിത്ത് ആൻസി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം കമൻസിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു.